യഹൂദന്മാരുടെ ആചാരപ്രകാരം ശനിയാഴ്ച അവർക്ക് ശബത്ത് നാളായിരുന്നു. അന്ന് ആരുടെയും ശവങ്ങൾ കുരിശിൽ കിടക്കുവാനോ ശവത്താൽ അശുദ്ധമാകുവാനോ അനുവാദമില്ലായിരുന്നു. അതിനാൽ അവർ കാലൊടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അങ്ങനെ പടയാളികൾ വന്ന് രണ്ടു വശത്തും തൂക്കിയ കള്ളന്മാരുടെ കാലുകൾ ഒടിച്ചു. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ ഒടിച്ചില്ല. അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് ഇങ്ങനെ നിവൃത്തിയായി. എന്നാൽ പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്നുള്ള തിരുവെഴുത്തും ഇങ്ങനെ നിവൃത്തിയായി. അരിമത്യക്കാരൻ യോസേഫ് പീലാത്തോസിനോട് യേശുവിൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം കൊടുക്കിയാൽ അവൻ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാരുടെ ശവമടക്കുന്ന മര്യാദപ്രകാരം സുഗന്ധവർഗത്തോടുകൂടെ ഒരു ശീലയിൽ പൊതിഞ്ഞു കിട്ടി. രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദെമോസ് ഏകദേശം 100 റാത്തൽ മൂറും അഖിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് യേശുവിൻ്റെ ശരീരത്തിൽ പുരട്ടി. യേശുവിനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുൻപേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആയതിനാൽ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. 100 റാത്തൽ മൂറും അഖിലും കൊണ്ടുള്ള ഒരു കൂട്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ചെയ്യുവാൻ കഴിയുന്നതായിരുന്നില്ല. അത് രാജാക്കന്മാർക്കും മഹാന്മാർക്കും മാത്രമുള്ളതായിരുന്നു. ഞാൻ അവനെ മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും എന്നുള്ള പ്രവചനം ഇങ്ങനെ നിവൃത്തിയായി. യേശുവിനെ കല്ലറയിൽ അടക്കിക്കഴിഞ്ഞിട്ടും മഹാപുരോഹിതന്മാർക്കും ജനത്തിൻ്റെ മൂപ്പന്മാർക്കും സമാധാനം ലഭിച്ചില്ല. യേശു ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞ ഓരോ വാക്കുകൾ അവരെ പേടിപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ അവർ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ യേശു ജീവിച്ചിരുന്നപ്പോൾ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. അതിനാൽ 3 ദിവസത്തേക്ക് കല്ലറ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടു. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആവോളം ഉറപ്പാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ സീലിനാൽ മുദ്ര വെച്ചു. 3 ദിവസത്തേക്ക് കല്ലറ കാപ്പാൻ കാവൽക്കൂട്ടത്തെയും കൊടുത്തു. പിറ്റേ ദിവസം ശബത്തായതിനാൽ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ കഴിഞ്ഞു. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ സ്ത്രീകൾ തങ്ങൾ ഒരുക്കിയ സുഗന്ധവർഗവുമായി അതിരാവിലെ കല്ലറയ്ക്കിലെത്തി. തങ്ങൾക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും എന്ന ചിന്തയോടു കൂടിയാണ് അവർ കടന്നു വന്നത്. എന്നാൽ കല്ലറയുടെ വാതിൽക്ക് വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല. അവർക്ക് ഉള്ളിൽ ഭയവും അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു എന്നറിയാത്തതിനാൽ വല്ലാത്തൊരു അവസ്ഥയുമായി. അങ്ങനെ അവർ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ സമീപത്ത് നിൽക്കുന്നത് കണ്ടു. ആ സ്ത്രീകൾ ഭയപരവശരായി മുഖം കുനിച്ചു നിന്നു. അപ്പോൾ ആ പുരുഷന്മാർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ നിങ്ങൾ അന്വേഷിക്കുന്ന എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. അങ്ങനെ അവർ ആ വാക്കുകളെ ഓർത്തും കൊണ്ട് കല്ലറയിൽ നിന്നും മടങ്ങിപ്പോയി. യേശുവിൻ്റെ 11 ശിഷ്യന്മാരോടും ഇതിനെപ്പറ്റി പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. പത്രോസ് കല്ലറയ്ക്കുള്ളിൽ കടന്നു ശീലകൾ കിടക്കുന്നതും തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. പത്രോസിൻ്റെ കൂട്ടത്തിൽ വന്ന മറ്റേ ശിഷ്യനും കല്ലറയ്ക്കുള്ളിൽ കിടന്ന് കണ്ടു വിശ്വസിച്ചു. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് പോയി. മഗ്ദലന മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്തേ എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് അറിഞ്ഞുകൂടാ എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ ഒരു വ്യക്തി നിൽക്കുന്നത് കണ്ടു. അത് യേശു ആണെന്ന് അവൾ അറിഞ്ഞില്ല. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൾ കരുതി അത് തോട്ടക്കാരനാണെന്ന്. അവൾ അവനോട് പറഞ്ഞു, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് വയ്ക്കോളാം. അപ്പോൾ യേശു അവളെ മറിയേ എന്ന് വിളിച്ചു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യമായി യേശു മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായി. താൻ യേശുവിനെ കണ്ടു എന്ന് മറിയ ശിഷ്യന്മാരോട് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ യേശു അന്ന് വൈകിട്ട് തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ ധൈര്യപ്പെടുത്തി. എന്നാൽ ആ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. തോമസ് വന്നപ്പോൾ മറ്റു ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റി ഹൃദയവായ്പോടെ സംസാരിച്ചു. അപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈകളിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. 8 ദിവസം കഴിഞ്ഞ ശേഷം യേശു പിന്നെയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി.
വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. യേശു അവരുടെ നടുവിൽ വന്നു നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി തോമസ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു.